A constant head permeability test was conducted on a sand sample 15 cm in length 15 cm square in cross-sectional area and 40% of porosity. Under a constant head of 40 cm, the discharge was found to be 45 cm cube in 20 seconds. Calculate the coefficient of permeability. Also determine the discharge velocity and the seepage velocity during the test. What will be the permeability of the sand for a porosity of 35%? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ശ്രദ്ധിക്കേണ്ടത് കോൺസ്റ്റൻ്റ് ഹെഡ് പെർമിബിലിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിലിനി എന്തൊക്കെയാണ് തന്നേക്കുന്നതെന്ന് നോക്കാം. നമുക്ക് തന്നേക്കുന്നത് ആദ്യം എടുത്തെഴുതാം. എല്ല് തന്നിട്ടുണ്ട് 15 സെൻറ്റിമീറ്റർ, ഏരിയ 50 സെൻറ്റിമീറ്റർ സ്ക്വയർ, പോറോസിറ്റി 40% എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെച്ച് എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഡിസ്ചാർജ് എന്ന് വെച്ചാൽ 20 സെക്കൻഡിൽ കളക്ട് ചെയ്യപ്പെടുന്ന ഡിസ്ചാർജാണ്. അപ്പോൾ ക്യൂ ആണ്, ക്യാപിറ്റൽ ക്യൂ ആണ് തന്നിരിക്കുന്നത്, 45 സെൻറ്റിമീറ്റർ ക്യൂബ്. പിന്നെ ടി എത്രയാണ്, 20 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യണം, കോഎഫിഷ്യൻ്റ് ഓഫ് പെർമിബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, ഡിസ്ചാർജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം, സീപ്പേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ n 35% ആയിരിക്കുമ്പോഴുള്ള പെർമിബിലിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് ഒരു പെർമിബിലിറ്റിയുടെ വാല്യൂ ആണ്, രണ്ടാമത് പറയുന്നത് വേറൊരു പെർമിബിലിറ്റിയാണ്. അപ്പം രണ്ട് പെർമിബിലിറ്റി ഉണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നതിന് K1 എന്നും രണ്ടാമത് കണ്ടുപിടിക്കുന്നതിന് K2 എന്ന് കൊടുത്താലും മതി. സോ നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് പറഞ്ഞിരിക്കുന്ന ടെസ്റ്റ് കോൺസ്റ്റൻ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റാണ്. കോൺസ്റ്റൻ്റ് ഹെഡ് പെർമിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർമിബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ K = QL/A × H ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് സ്മോൾ ലെറ്റർ ക്യൂ ആണ് തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ക്യൂ അല്ല പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ലെറ്റർ ക്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ക്യാപിറ്റൽ Q/T ചെയ്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും, QL/AH × T വരില്ലേ എന്ന് വെച്ചാൽ Q/T ഞാൻ ഇങ്ങോട്ടേക്ക് ചേർത്തു. അപ്പോൾ Q/T LH എന്നുള്ള രീതിക്ക് വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. Q 45 എന്ന് തന്നിട്ടുണ്ട്, L 15, അതുപോലെ തന്നെ ഡിവൈഡഡ് ബൈ ഏരിയ 50 തന്നിട്ടുണ്ട്, ×40 × 20. സോ നമുക്ക് ആൻസർ വരുന്നത് 0.01687 cm/s. ചെയ്ത് നോക്കിയാലേ കറക്റ്റ് ആൻസർ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, അല്ലാതെ കണ്ടുപിടിച്ചാൽ മനസ്സിലാവത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു, പെർമിബിലിറ്റി നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജ് വെലോസിറ്റിയാണ്. അപ്പോൾ ഡിസ്ചാർജ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ഫോർമുലയുണ്ട്, K × I. ഇതിന് മുന്നത്തെ തിയറി ക്ലാസ്സിൽ എടുത്ത് ഈക്വേഷൻസ് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ V = K × I. കെയുടെ വാല്യൂ നമുക്കറിയാം. ഇനി ഐയുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഐയുടെ വാല്യൂ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? I എന്ന് പറയുന്നത് H/L ആണ് വരുന്നത്. സോ H/L എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ H എന്ന് പറയുന്നത് 40 ആണ്, L എന്ന് പറയുന്നത് 15 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഇതിലിട്ട് കൊടുക്കാമല്ലോ, ഡിസ്ചാർജ് വെലോസിറ്റി = K എന്ന് പറയുന്നത് നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ 0.01687 × 40/15. നമുക്ക് കിട്ടുന്ന ആൻസർ 0.0449. ഓക്കെ, 0.0449 cm/s. യൂണിറ്റ്സ് എഴുതാൻ മറക്കരുത്. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് സീപ്പേജ് വെലോസിറ്റി ആണ്. സീപ്പേജ് വെലോസിറ്റി എന്ന് പറയുന്നത് V/N ആണ് വരുന്നത്. V ഓൾറെഡി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 0.0449/N എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള നോക്കാം. നോർമലി പോറോസിറ്റി 40% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് എടുക്കരുത്, ഇത് രണ്ടാമത്തെ കണ്ടീഷനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് പറഞ്ഞിരിക്കുന്നത് 40% ആണ്. സോ ആ പെർസെൻറ്റേജിന് നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, /100. അപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു പെർസെൻറ്റേജിൽ നിന്ന് നമുക്ക് കൺവേർട്ടായിട്ട് കിട്ടും. സോ അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.1125 ആണ് വരുന്നത് m/s. പിന്നെ നിങ്ങൾ ഈ പോയിൻറ്റിന് ശേഷമുള്ള വാല്യൂസ് എടുക്കുന്നതിൻ്റെ ബേസിസിൽ ചെറിയൊരു വ്യത്യാസമൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിൽ വരും. അത് ഓരോരുത്തരും ചെയ്യുന്നതിൻ്റെ വ്യത്യാസമാണ്. ഫുൾ ഡിജിറ്റ് ഇട്ട് ചെയ്താൽ അതിനൊരു വാല്യൂ ആയിരിക്കും. ചിലപ്പോൾ ഒരു 3 or 4 വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ചേഞ്ച് വരും. അത് വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ, അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സെക്ഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ സെക്ഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പെർമിബിലിറ്റി ഓഫ് ദ സാൻഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ, പോറോസിറ്റി 35% ആയിരിക്കുമ്പോഴാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ എന്ന് പറഞ്ഞാൽ
നമുക്ക് 35%-നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊരു റിലേഷൻ വെച്ചിട്ടുള്ള ഇക്വേഷൻ എടുക്കാം. പെർമിയബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു E³/1 എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊരു റേഷ്യോ, ഇതിൽ നിന്നൊരു റേഷ്യോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. K2/K1 ഈസ് ഈക്വൽ ടു E2³/1 + E2/E1³/1 + E1. ഇതിൽ ഓൾറെഡി നമ്മൾ എന്തിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്? K1-ൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ K1 എന്ന് പറയുന്നത്. അപ്പോൾ K1-ൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ K2 നമുക്കറിയില്ല. K1-ൻ്റെ വാല്യൂ എത്രയെന്നുണ്ട്? 0.01687 ഈസ് ഈക്വൽ ടു E2-ൻ്റെ വാല്യൂ. E2 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ? E2 കണ്ടുപിടിച്ചിട്ടില്ല. E2 E1 നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ, കാരണം പോറോസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ E1 എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കാം. ഏതാണ്? E1. E1 കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ പോറോസിറ്റി ഞാൻ എടുക്കുന്നത് 40% ആണ്, N1. അപ്പം എങ്ങനെ വരും? 40/100/1 - 40/100. ഇത് ചെയ്യുമ്പോൾ 0.667 ആണ് എനിക്ക് കിട്ടുന്നത്. E2 കാൽക്കുലേറ്റ് ചെയ്യണം. ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ അറിയായിരിക്കുമല്ലോ. എന്താണ്? N/1 - N. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ യൂസ് ചെയ്ത് E2 കാൽക്കുലേറ്റ് ചെയ്യണം. E2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 35 ആണ് എടുക്കേണ്ടത്. 35ൻ്റെ 100-ലുള്ള ഫോമിനെ മാറ്റുക, /35/100. ഓക്കെ, അപ്പോൾ എനിക്ക് E1-ഉം E2-ഉം കിട്ടി. ഇനി എനിക്ക് ഡയറക്റ്റ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ? K2/0.01687 ഈസ് ഈക്വൽ ടു 0.538³/1 + 0.538 ഡിവൈഡഡ് ബൈ, അടുത്ത് നമുക്ക് വരുന്നത് ഏതാണ്? E1 ആണ്. 0.667 ഡിവൈഡഡ് ബൈ 1 + 0.667. ഇതിൽ നിന്ന് നമുക്ക് K2-ൻ്റെ വാല്യൂ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തൂടെ? ഇതെല്ലാം സോൾവ് ചെയ്ത് ലാസ്റ്റ് K2-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9 കിട്ടും. ഈ 59 13 ആ റേഞ്ചിലൊക്കെയാണ് വരുന്നത്. ഇൻറ്റു 10⁻³ cm/s. ഞാൻ പറഞ്ഞ 9 പോയിൻറ്റ് കറക്റ്റായിട്ട് കിട്ടും. ഈ 59 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് ചെയ്യുന്നതിൻ്റെ ബേസിൽ 4/9 3/9 1/9 അങ്ങനെ ആ ഒരു ഡിജിറ്റിൽ വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അത് നിങ്ങൾ വാല്യൂസ് എടുക്കുന്നത് ബേസ് ചെയ്തിരിക്കും. സോ നോർമലി വരുന്നത് 9.59 × 10⁻³ cm/s ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്.